ശ്രീ അനിൽ വിളയൂർ, ഇവിടെ ഇപ്പോൾ ജോസഫ് പാംപ്ലാനി ഇന്ന് പറഞ്ഞ ഒരു കാര്യം, നിർബന്ധിത മതപരിവർത്തനം എന്ന് വിളിച്ചു കൂവിയാൽ അത് നിർബന്ധിത മതപരിവർത്തനമാകില്ല. അതിനെ അപ്രകാരമാക്കി തീർക്കാൻ ശ്രമിക്കുന്ന ചില തീവ്രവാദ സംഘടനകളുണ്ട്. ആ സംഘടനകളെ നിലയ്ക്ക് നിർത്താൻ ഭരണകൂടങ്ങൾക്ക് കഴിയാത്തതാണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് എന്നതാണ്. ആ തീവ്ര സംഘടനകൾ ആരാണ്? ഇന്നലെ ചെങ്ങന്നൂരിൽ ഒരു ഘർ വാപ്പസി നടന്നു. താങ്കളുടെ സംഘടനയാണ് അതിന് നേതൃത്വം നൽകിയത്. അത് നല്ല കാര്യം, തിരിച്ചുവരവ് നല്ലതാണ് എന്ന് നിങ്ങൾ പറയുന്നു. അതേ നിങ്ങൾ ഛത്തീസ്ഗഡിൽ അതിനെ എതിർക്കുന്നു, കേരളത്തിൽ അതിനെ എതിർക്കുന്നു. രാഷ്ട്രീയ ഇച്ഛയോടുകൂടിയാണ് എങ്കിൽ പോലും BJP നേതൃത്വം ജനങ്ങളുടെ മുന്നിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നത് പോലും ഇല്ലാതാക്കുന്നു. ആരാണ് ആ തീവ്രവാദികൾ? തീവ്രവാദികളെ പറ്റി ഞാൻ മറുപടി പറഞ്ഞതിന് മുമ്പ് ആരാധനായിട്ടുള്ള സമ്പത്ത്, അദ്ദേഹം എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം നിയമത്തിലെ ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണെന്നാണ് അദ്ദേഹം തോന്നുന്നത്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഈ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ പുരോഹിതനെ ഈ മതപരിവർത്തന നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ഏത് നിയമമാണ് പഠിച്ചിട്ടുള്ളതെന്നും അദ്ദേഹത്തിന് എത്രമാത്രം അറിവുണ്ട് എന്നുള്ളതുമാണ് ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ റായ്ഗഡില് 2002 മിരിഗുണ്ട കേസ് എന്നൊരു കേസുണ്ട്. ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ്. 2 ക്രൈസ്തവ പുരോഹിതന്മാരെ നിർബന്ധിത മതപരിവർത്തനം ശിക്ഷിച്ച മിറിഗുണ്ട വില്ലേജിലെ ഫോഴ്സ്ഡ് കൺവെർഷന് ശിക്ഷിച്ചിട്ടുള്ള ഒരു കഥ ശ്രീ സമ്പത്ത് ഒന്ന് വായിച്ചു പഠിക്കണം. വീട്ടിലെ KLTO ILRO ഒക്കെ ഉണ്ടെങ്കിൽ ആ കഥയൊന്ന് വായിച്ചു പഠിക്കണം. ഇന്ത്യയിൽ ധാരാളം സംഭവങ്ങളുണ്ട്. താങ്കൾക്ക് ഇത് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയല്ല. ഞാൻ പറഞ്ഞത് കൃത്യമാണ്. ഈ വിവാദം നടക്കുന്ന ഛത്തീസ്ഗഡിലെ റായ്ഗഡ് കോടതി 2002 മിറിഗുണ്ട കേസ്, പിന്നെ ലാൻഡ്മാർക്ക് കേസ് ഇൻ റായ്ഗുണ്ട ബാക്ക് ഇൻ 2002, 2 പ്രീസ്റ്റ് ആൻഡ് എ നൺ, 2 ക്രൈസ്തവ പുരോഹിതന്മാരെയും ഒരു കന്യാസ്ത്രീയെ ശിക്ഷിച്ചിട്ടുണ്ട് നിർബന്ധിത മതപരിവർത്തനം. താങ്കൾ വേണം, ഇപ്പൊ കയ്യിൽ മൊബൈൽ ഉണ്ട്, ഗൂഗിളിലോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ദയവായിട്ട് അറിയാൻ വയ്യാത്ത കാര്യത്തിനെ പറ്റി പറയരുത്. താങ്കൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംസാരിക്കാവൂ. രണ്ടാമത്തെ രേണുകയുടെ ചോദ്യമാണ്. ചെങ്ങന്നൂരില് നടന്നത് മതപരിവർത്തനമല്ല, ഘർ വാപ്പസിയാണ്. മതപരിവർത്തനം എന്താണ്, ഘർ വാപ്പസി എന്താണെന്നുള്ള തിരിച്ചറിവോടുകൂടി ആയിരിക്കണം ചോദ്യം ഉണ്ടാകേണ്ടത്. ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ആ മതം വിട്ട് ഒരു പ്രലോഭനം കൊണ്ടോ പ്രേരണ കൊണ്ടോ ചൂഷണം കൊണ്ടോ മറ്റൊരു മതത്തിലേക്ക് പോകുന്നതിന് പറയുന്ന പേരാണ് മതപരിവർത്തനം. നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിലും ഭാരതത്തിലും ഒക്കെ തന്നെ ഒരു കാലത്ത് ഇപ്പോഴത്തെ തലമുറയോ അതിനു മുമ്പത്തെ തലമുറയോ അവരുടെ പൂർവികരോ ഒക്കെ തന്നെ ഈ രാജ്യത്തിലെ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. ഹിന്ദുവിനെ സംസ്കാരമെന്നോ മതമെന്നോ ഏത് രീതിയിലും വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ സ്വധർമ്മത്തിലേക്ക് മടങ്ങി വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായാൽ അവർക്ക് വേണ്ട ശുദ്ധക്രിയകൾ ചെയ്തുകൊണ്ട് അവരെ സ്വധർമ്മത്തിലേക്ക് നൽകുന്ന വ്യാഖ്യാനം എന്താണ് എന്നത് നമുക്കറിയാം. പക്ഷേ ആരാണിത് നിർണ്ണയിക്കുന്നത് എന്നതാണ്. നിർബന്ധിത മതപരിവർത്തനമാണോ അല്ലയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ അങ്ങ് നടപ്പാക്കും എന്ന നിലയിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് കാര്യങ്ങൾ നടക്കില്ലല്ലോ. നിങ്ങൾക്ക് ഛത്തീസ്ഗഡിലേത് ഒരു തെളിവും വേണ്ട, 2 പേർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് കണ്ടാൽ അത് നിർബന്ധിത മതപരിവർത്തനമാണ് എന്ന് തോന്നുന്നു, അങ്ങ് ഇടപെട്ടേക്കാം. പോലീസിനെ കാഴ്ചക്കാരാക്കി നിർത്തി അവിടെ നിയമപാലനം കയ്യിലെടുത്ത് എന്തും നടക്കും എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാം. മറിച്ച് കേരളത്തിൽ വന്ന് ഇതുപോലെ ഘർ വാപ്പസി എന്ന് പേരിട്ട് വിളിച്ച് ആളുകളെ കൂടെ ചേർക്കുകയും ചെയ്യാം. എന്ത് ഇരട്ടത്താപ്പാണിത്? ദയവായിട്ട് മാഡം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരാളെ പോലും നിർബന്ധിക്കാറില്ല. ഈ കേരള സമൂഹത്തിൽ നിർബന്ധിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞു? ഇന്നലെ ആ കുട്ടി അവിടെ ഉള്ളവർ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ആരെങ്കിലും പറഞ്ഞിട്ടാണോ അത് നിർബന്ധിതമാക്കിയത്? ആരാണ് നിർബന്ധിതമാക്കിയത്? ബജ്രംഗ് ദൾ ആണ് തീരുമാനിച്ചത്. ബജ്രംഗ് ദൾ അല്ല തീരുമാനിച്ചത്. ദയവായിട്ട് ശ്രദ്ധിക്കണം. 25-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. 26-ാം തീയതി KC വേണുഗോപാൽ എന്ന് പറഞ്ഞ പാർലമെന്റിലെ MP ആണ് ഇത് ആദ്യമായിട്ട് വാർത്ത കൊണ്ടുവന്നത്. അതിനുശേഷം മാതൃഭൂമി ദിനപത്രം 27-ാം തീയതി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു ആലപ്പുഴയിൽ നിന്ന്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 കന്യാസ്ത്രീകളും സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന് പറഞ്ഞ ചേർത്തലയിലെ സന്യാസി സഭയുടെ പ്രതിനിധികളാണ്. ആലപ്പുഴയിൽ നിന്നുള്ള വാർത്ത, ആ സന്യാസി സമൂഹം കൊടുത്ത വാർത്ത മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരു സംഘം ആളുകൾ ഇവരെ തടഞ്ഞു വെക്കുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തു. ഒരു പെൺകുട്ടി തന്റെ സമ്മതമില്ലാതെയാണ് ജോലിക്ക് കൊണ്ടുവന്നതെന്ന് മൊഴി നൽകിയതോടെ സ്ഥിതി വഷളായി. പെൺകുട്ടികൾക്ക് ആധാർ കാർഡ് ഉണ്ടായിരുന്നില്ല, മനുഷ്യക്കടത്ത്, പരിവർത്തനം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഗ്രീൻ ഗാർഡൻ സന്യാസ സഭയുടെ മേലധികാരികൾ മാതൃഭൂമിയോട് പറഞ്ഞു. അവരുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്.
ആരും നിർബന്ധിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ 3 പേരെ കാണുന്നു, അങ്ങ് തീരുമാനിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഇന്നലെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടതാണ് VHPയുടെ നേതൃത്വത്തിൽ നടന്ന ഘർവാപ്പസി. അത് നിഷ്കളങ്കമായി നടക്കുന്നതാണ്. ഇതിന്റെ മാനദണ്ഡം എന്താണ്? അത് തീരുമാനിക്കുന്നത് ആരാണ്? അതാണ് ഇപ്പോൾ പാംപ്ലാനിയും പറഞ്ഞത്. അത് തന്നെയാണ് പാംപ്ലാനി പറയുന്നത്. നിർബന്ധിത മതപരിവർത്തനം എന്ന് വിളിച്ചു കൂവിയാൽ നിർബന്ധിത മതപരിവർത്തനമാകില്ല. അതിനെ അപ്രകാരമാക്കി തീർക്കാൻ ശ്രമിക്കുന്ന ചില തീവ്രവാദ സംഘടനകളുണ്ട്. അവരാണ് മതപരിവർത്തനത്തെ നിർബന്ധിത മതപരിവർത്തനമാക്കുന്നതെന്നാണ്. അപ്പോൾ ആ തീവ്രവാദ സംഘടനകൾ ആരാണെന്ന് താങ്കൾ സ്വയം ഏറ്റെടുക്കുന്നത് പോലെയാണ് താങ്കളുടെ ഇപ്പോഴത്തെ വാക്കുകൾ. ഈ പാംപ്ലാനി എന്ന് പറയുന്ന പിതാവ് പറയുന്ന വിഡിത്തങ്ങൾക്കൊക്കെ മറുപടി പറയുക എന്നുള്ളതല്ല വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നയം. നിങ്ങൾ എന്തിനാണ് ഇത് എതിർക്കുന്നത്? മാത്രം പറയില്ല. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, മേഡം ഒന്ന് നോക്കണം. 2008 ഓഗസ്റ്റ് മാസം 24-ാം തീയതിയിലെ റോയിട്ടറിന്റെ ആ വാർത്താ ശേഖരം ഒന്ന് നോക്കണം. ഒറീസയിലെ ലക്ഷ്മണാനന്ദ സരസ്വതി എന്ന് പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു സന്യാസി ശ്രേഷ്ഠനെ ഈ കത്തോലിക്ക സഭ അവിടുത്തെ മാവോയിസ്റ്റുകളുടെ സഹായത്തോടുകൂടി കൊന്ന ചരിത്രമുണ്ട്. ആ കൊന്നതിന് നേതൃത്വം കൊടുത്തത് ഒരു കോൺഗ്രസ് MP ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് രാധാകാന്ത് നായിക് എന്നാണ്. രാധാകാന്ത് നായിക് എന്ന പേര് കേട്ടാൽ അതൊരു ഹിന്ദു ആണെന്ന് ധരിക്കരുത്. അദ്ദേഹം ക്രിസ്ത്യൻ വേൾഡ് മിഷന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഈ ലക്ഷ്മണാനന്ദ സരസ്വതി ഉൾപ്പെടെ 5 പേരെ വെടിവെച്ചു കൊന്നതാണ്. എന്തിനായിരുന്നു കാര്യം? അദ്ദേഹം ഹൈന്ദവ വിഭാഗത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തി. ഇപ്പോൾ മാത്രം ഒരു വിവാദമുണ്ടാകുന്നു. അക്കാലത്ത് 2008 ഒരു പാവം പിടിച്ച ഹിന്ദു സന്യാസിയെ വെടിവെച്ചു കൊന്ന കോൺഗ്രസുകാരുടെ നേതൃത്വത്തിലുള്ള ആൾക്കാര് ഇവിടുത്തെ കത്തോലിക്ക, അത് റോയിട്ടർ റിപ്പോർട്ട് ചെയ്താണ്, കത്തോലിക്ക സഭയുടെ പിന്തുണയോട് കൂടിയായിരുന്നു ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊന്നതെന്ന് കൃത്യമായി വേണം നോക്കൂ. ഞാൻ ഡേറ്റ് ഉൾപ്പെടെയാണ് പറഞ്ഞത്. 2008 ഓഗസ്റ്റ് 24-ാം തീയതിയിലെ റോയിട്ടറിന്റെ വാർത്ത. ഈ സംഭവം നടന്നത് 2008 ഓഗസ്റ്റ് മാസം 23-ാം ഉൾപ്പെടെയുള്ള മരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നതെന്നുണ്ട്. ഇവിടെ കേക്കുമായ അരമനകൾ കയറി ഇറങ്ങുമ്പോൾ പോലും മണിപ്പൂരിൽ ഉൾപ്പെടെ എന്താണ് നടന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ അനിൽ വിളയൂർ, മണിപ്പൂർ കത്തുമ്പോഴാണ് ഇവിടെ കേക്കുമായി വന്നത്. പക്ഷേ അതൊക്കെ തെറ്റുപറ്റി എന്നിപ്പോൾ ആർത്ത് വിളിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കും ഓടുകയാണ് സംസ്ഥാന അധ്യക്ഷൻ. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അപ്പോൾ പറഞ്ഞു പറ്റിച്ച് പ്രശ്നത്തിലായിരിക്കുന്നത് BJP നേതൃത്വമാണ്. അവരെ പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്നത് ഒരു തരത്തിലും നന്ദിയായിക്കൂടാ എന്ന് പറഞ്ഞ് അവരെ അങ്ങനെ തള്ളിവിടുന്നത് നിങ്ങളെപ്പോലെയുള്ള പരിവാർ സംഘടനകളും. എനിക്ക് ഒരു 2 മിനിറ്റോട് സമയം തരണം. 2 മിനിറ്റ് ഞാൻ ചോദിക്കത്തുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഈ ഉത്തരേന്ത്യയിൽ ഇപ്രകാരമുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ന്യൂസ് 18 ചാനലിലേക്ക് ഒരു റിപ്പോർട്ടറെ, ഒരു വീഡിയോ ജേർണലിസ്റ്റിനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യം കൊടുക്കും. വാണ്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം കൊടുക്കും. ഇവിടെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ആൾക്കാരെ വാണ്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്ത ഒരു മാസികയുടെ പുറം പേജാണ് ഞാൻ ഈ കാണിക്കുന്നത്. മാസികയുടെ പേര് മിത്ര സമാചാർ. കോട്ടയം ജില്ലയിലെ വടവാതൂരിൽ നിന്നിറങ്ങുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. അതിന്റെ ലാസ്റ്റ് പേജിലെ പരസ്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? വാണ്ടഡ്. ആരെയൊക്കെയാണ്? പയനിയർ മിഷണറീസ്, ചർച്ച് പ്ലാന്റേഴ്സ് തുടങ്ങിയ വേക്കൻസികളിലേക്ക് ആൾക്കാരെ വേണമെന്ന് പറയുകയാണ്. അത് തെറ്റല്ലേ? രണ്ടാമത്തേത്, മറ്റൊരു മാസിക ഞാൻ കാണിക്കാം. ഏഷ്യൻ ഹാർവസ്റ്റ് എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ ഒരു പ്രസിദ്ധീകരണമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭാരതത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള അരുണാചൽ പ്രദേശിലെ ഗോത്ര വിഭാഗങ്ങളിലെ 67 ഗ്രാമങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളിൽ നുഴഞ്ഞു കയറി എപ്രകാരം അവരെ മതപരിവർത്തനം ചെയ്യാമെന്നുള്ളതിന്റെ രേഖയാണ് ഞാൻ കാണിക്കുന്നത്. വെല്ലുവിളിക്കുകയാണ്. ഇത് തെറ്റാണെന്ന് തെളിയിക്കൂ. മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. രണ്ട് സിസ്റ്റർമാർ 7 ദിവസമായി ജയിലിൽ കിടക്കുന്ന സംഭവമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടുത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു അവർ നിരപരാധികളാണെന്ന്. അമിത്ഷാ പറയുന്നു അവർ നിരപരാധികളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നിലപാട് മാറ്റും പ്രോസിക്യൂഷൻ എന്ന് പറയുന്നു. അത് നടപ്പിലാകുന്നില്ല എന്ന കാര്യം പറയുമ്പോൾ ഏതൊക്കെയോ പേപ്പർ കട്ടിങ്ങുകൾ എടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ പറയുകയാണ്. ഈ കേസിലേക്ക് വരുന്നതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്ത് തെളിവാണുള്ളത്? എന്തുകൊണ്ടാണ് BJP അധ്യക്ഷനും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ അങ്ങനെ പറയുന്നത്? ശിവലിംഗത്തിനെ കളിയാക്കിക്കൊണ്ട് വചനോത്സവം മാസികയിൽ വന്നതാണ്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് വായിക്കണം. അത് വായിക്കുന്നതിന് മുമ്പ് താങ്കൾ തന്നെ ന്യൂസ് 18 ചർച്ചയിൽ ഇന്നലെ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ 3-4 പേരെ ഒരു ദിവസം നടത്തുന്നു എന്ന് താങ്കൾ പറഞ്ഞില്ലേ? ശ്രീ അനിൽ വിളയൂർ, ഇന്നലെ താങ്കൾ ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞില്ലേ 3-4 പേരെ ഞങ്ങൾ ദിവസവും
തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞ ആളല്ലേ താങ്കൾ? ആ താങ്കളാണ് ഇപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, ഏതൊക്കെയോ പേപ്പർ കട്ടിങ്ങുകൾ കാണിക്കുന്നത്. 3-4 പേരെ നിങ്ങൾക്ക് ദിവസം കൊണ്ടുവരാം, മറ്റുള്ളവർ ആരെയും കൊണ്ടുവരരുത്, സ്വമനസാല വരുന്നവർ പോലും വരരുത്, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നത് എന്ത് ഗുണ്ടായിസമാണ്? താങ്കൾ നിഷേധിക്കുമോ? ഇന്നലെ താങ്കൾ പറഞ്ഞത് താങ്കൾ നിഷേധിക്കുമോ? 3-4 പേർ VHP വഴി ദിവസവും കർവാപ്പസ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞത് താങ്കൾ നിഷേധിക്കുമോ? താങ്കൾ നിഷേധിക്കുമോ അത്? താങ്കൾ നിഷേധിക്കുമോ അത്? 3-4 പേർ ദിവസവും വരുന്നുണ്ട് എന്ന് പറഞ്ഞത് നിഷേധിക്കുമോ? 3-4 അല്ല, 10-20 പേര് കർവാപ്പസിൽ കൂടെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നിയമപ്രകാരമുള്ള എല്ലാ രേഖകളും ഏറ്റുവാങ്ങിയിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുള്ളേ, ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ നിയമപ്രകാരം ആർക്കും ഏത് മതത്തിലും ചേരാനുള്ള അധികാരമുണ്ട്. അതിനിങ്ങനെ തടസ്സം നിന്ന് ഗുണ്ടായിസം കാണിക്കുമെന്ന് പറയരുത് ശ്രീ അനിൽ വിളയിൽ. അതിനുള്ള അവകാശമൊന്നും നിങ്ങൾക്ക് ഇന്ത്യയിലെ ഭരണഘടന നൽകുന്നില്ല. അതിനുള്ള അവകാശം നിങ്ങൾക്ക് ഭരണഘടന നൽകുന്നില്ല. ഞാൻ സമയക്കുറവ് കൊണ്ട് ഇടപെടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്